സച്ചി, എനിക്ക് ഒത്തിരി സമയമായി. ഹായ്, ഹലോ. ഇന്ന് നമ്മൾ നമ്മുടെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് ആണേ. രാവിലെ തന്നെ ഞാൻ കുറെ വഴക്കൊക്കെ പറഞ്ഞാണെങ്കിൽ സച്ചി എണീറ്റു കേട്ടോ. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു റൂൾ ഉണ്ടേ, അവസാനം ആരാണോ എണീക്കുന്നത് അവരാണ് ആ ബെഡ് മേക്ക് ചെയ്യേണ്ടത്. മിക്കവാറും എല്ലാ ദിവസവും സച്ചി തന്നെ എണീക്കാറ്. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് സച്ചി തന്നെ ബെഡൊക്കെ മേക്ക് ചെയ്ത് നേരെ ഫ്രഷ് ആവാൻ പോയി. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയി സച്ചി വന്നു. എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാളോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാക്കുന്നത്. ഇതെന്നാ കള്ളപ്പോ? അങ്ങനെ നമ്മള് കള്ളപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പത്തിന് നിന്ന് കഴിക്കാൻ കറി, കള്ളപ്പത്തിന് മുട്ടക്കറി, മുട്ട റോസ്റ്റ്. കള്ളപ്പം ഇവിടെ ചൂടോടെ ആയിക്കൊണ്ടിരിക്കുകയാണെ. ആ സമയത്ത് നമുക്ക് അരിയും കൂടെ കഴുകി അടുപ്പത്തേക്ക് വെക്കാം. അരി ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാം ആവുമ്പോഴത്തേക്ക് ചോറ് റെഡിയാവും. സച്ചി, ഞാൻ ഇവിടുത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് താഴെ പോയി കുറച്ച് മുട്ടയും പാലും വാങ്ങിട്ട് വരുമോ? മുട്ട തീർന്നിരിക്കുവോ? അപ്പോൾ ഞാൻ മുട്ടയും പാലും വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് മുട്ടയും പാലും വാങ്ങാൻ വേണ്ടി പോവാണ്. എത്രയുണ്ട്? 6. നമ്മളപ്പോൾ മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഇതാ ഇവിടെ മുട്ട റോസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ടയും കൂടെ ആ സൈഡിലോട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് ഉപ്പാണ് ഇടുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കള്ളപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ മുട്ട റോസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി, ഒരുമാതിരി മുട്ടത്തോരനായിപ്പോയി. അപ്പൊ നമുക്കത് കഴിക്കാം. നമ്മുടെ കുടിവെള്ളം തീർന്നിട്ടുള്ളേ. അപ്പൊ നമ്മൾ വെള്ളം വാങ്ങാൻ വേണ്ടി പോവുകയാണേ. നമ്മൾ വീട്ടിലോട്ടുള്ള കുടിക്കാനുള്ളതും അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യാനുള്ള വെള്ളവും നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ വാട്ടർ ഫില്ലിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ പോയി നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം. ഈ 20 ലിറ്റർ ക്യാനിന് വരുന്നത് 12 രൂപ മാത്രമാണ് അവിടെ. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. കയ്യോടെ തന്നെ സച്ചിനെയും കൊണ്ട് ആ വെള്ളം ഡിസ്പെൻസറിലേക്ക് കണക്ട് ചെയ്യിച്ചു. കണക്ട് ചെയ്യിക്കുന്ന വഴി അതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് സച്ചി കുടിക്കുന്നുണ്ടായിരുന്നു. വല്ലാണ്ട് ദാഹിച്ചു പോയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ കുറച്ച് തുണി അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിപ്പോ നന്നായിട്ട് ഉണങ്ങിക്കാളും. നമുക്ക് പോയി എടുത്തിട്ട് വരാം. ടെറസിലാണേ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തുണിയൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വെയിൽ കുറവാണെങ്കിലും നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ അവിടെ ഉണങ്ങിയ തുണിയെല്ലാം പെറുക്കിയെടുത്തു. അപ്പൊ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടി. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലുള്ള എല്ലാവരും തുണി ഉണങ്ങിയിരുന്ന സ്ഥലം. ടെറസിൽ ഇങ്ങനെ ആയ പോലെ കിട്ടിയിട്ടുണ്ട്. അവിടെയാട്ടോ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഫുൾ ഫ്ലാറ്റുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ സമയം ഏകദേശം 12 മണിയായി. സച്ചിക്ക് 1 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകണ്ടേ. നമുക്കിപ്പോ വേഗം പോയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് തോരനും മോരും മീൻ വറുത്തുമാണ്. അപ്പൊ അതിനു വേണ്ടി ക്യാരറ്റ് തോരനുള്ള പ്രിപ്പറേഷൻ നടക്കുവാണേ. ചോറ് നമ്മൾ അടുപ്പിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിനി പെട്ടെന്നൊരു ക്യാരറ്റ് തോരനും കൂടെ വെക്കാം. പിന്നെ മോര് കാച്ചിയതും മീൻ വറുക്കാനൊക്കെ ഓൾറെഡി പെരട്ടിയൊക്കെ വെച്ചേക്കുന്ന. ഇനി ഈ ക്യാരറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് മീനും വറുത്ത് ഒരു മോരും കൂടെ കഴിച്ചാൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാവും. അപ്പൊ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ലഞ്ചൊക്കെ റെഡിയായി. നമുക്ക് ഇത് സെർവ് ചെയ്ത് കഴിക്കാം. 1 മണി ആവാറായി. 1 മണിക്ക് സച്ചിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പൊ ലഞ്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോറുണ്ട്, മോര് കാച്ചിയുണ്ട്, പിന്നെന്താ ക്യാരറ്റ് മെഴുക്കുരുട്ടി ഉണ്ട്. നമുക്ക് നല്ല മോര് കാച്ചി ഒഴിക്കാം ഇനി ചോറിലേക്ക്. പിന്നെ ക്യാരറ്റ് മെഴുക്കുരുട്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് മീൻ ഇന്ന് കൊഴുവ ഫ്രൈ ആണുള്ളത്. ഇനി നമുക്ക് നല്ല തേങ്ങാ ചമ്മന്തി ആണുള്ളത്. ഇത് ഞാൻ തേങ്ങയുടെ ചിരട്ടയും കൊണ്ട് അങ്ങ് മൂടി വെച്ചിട്ടേ ഉള്ളേ. നല്ല തേങ്ങാ ചമ്മന്തി പുളിയൊക്കെ വെച്ചരച്ച് വറ്റൽമുളകൊക്കെ ചുട്ട് അരച്ചെടുത്താണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ലഞ്ച്. വേഗം കഴിച്ചിട്ട് സച്ചി ജോലിക്ക് പോട്ടെ. അപ്പം സച്ചി ഓഫീസിൽ പോവാണ്. 1 മണിയായി. അപ്പൊ ബൈ. അപ്പൊ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇപ്പൊ ഒരു 2:30-3 മണിയായിട്ടുണ്ട് സമയം. സച്ചി ഓഫീസിലൊക്കെ പോയി. ഇനി നമ്മൾ നേരത്തെ പെറുക്കിക്കൊണ്ട് വന്ന തുണിയില്ലേ ഉണങ്ങിയിട്ട്, അതൊക്കെ ഒന്ന് മടക്കി പെട്ടി വെക്കണം. കുറച്ച് ഷർട്ടൊക്കെ അയൺ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പണികളെല്ലാം കഴിഞ്ഞു. ഇനി പിന്നെ ഡിന്നറാണ് ചെയ്യാനുള്ളത്. നമുക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കിടന്നിട്ടൊക്കെ എന്നിട്ട് ഡിന്നർ ഉണ്ടാക്കിയാൽ മതി. കാരണം സച്ചി ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴേ ഡിന്നർ കഴിക്കാൻ വരുള്ളൂ.
അപ്പത്തേക്ക് നമുക്ക് സാവധാനം ചെയ്താൽ മതി. കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു. ഒരു 4 മണിയൊക്കെ ആയി പെണ്ടെ, ഒരു 4:30 ആയി. ഞാൻ ഒരു ചായ ഒക്കെ വെച്ച് കുടിച്ചു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇനിയിപ്പോ നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. അപ്പം ഡിന്നറിന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. സച്ചി 8 മണിയൊക്കെ ആകുമ്പത്തേ വരും. അപ്പത്തേക്ക് നമുക്ക് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി എടുക്കണേ. നമ്മൾ 2 പേരല്ലോ, അപ്പൊ കുറച്ച് മതി. ഒരു 8 ചപ്പാത്തി ഒക്കെ മതി. ഞങ്ങളിവിടെ ചപ്പാത്തി എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. ഫ്രോസൺ ഒന്നും അധികം വാങ്ങാറില്ല, ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. ചപ്പാത്തിക്ക് ഉള്ള മാവ് കുഴയ്ക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാറില്ല. കുറച്ച് ഉപ്പും സാധാരണ വെള്ളം ഉപയോഗിച്ചാണ് കുഴയ്ക്കാറ്. നന്നായി പരത്തിയെടുത്ത ചപ്പാത്തി നന്നായി ചുട്ടെടുത്ത് കാസറോളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറിയും കൂടെ വെക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനിതപ്പോ ഓഫീസിൽ നിന്ന് ഡിന്നർ കഴിക്കാനായിട്ട് വന്നിട്ടാണുള്ളത്. അപ്പൊ എന്തൊക്കെയോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, നമുക്ക് നോക്കാം. അപ്പൊ ഇതാ ഞാൻ കഴിക്കാൻ വന്നപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട്, നമുക്കിന്ന് ചപ്പാത്തി ഉണ്ട്. പിന്നെ നല്ല കൂടെ കട്ടൻ ചായ. പിന്നെ വന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് ഇന്ന് ഡിന്നറിന് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചോണ്ടിരിക്കണം. ഇത് കഴിച്ചിട്ട് സച്ചി പിന്നെ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. 10 വരെ ഡ്യൂട്ടി ഉണ്ട്. 10-10:45 ആകുമ്പോഴേ തിരിച്ചു വരും. അപ്പൊ നമുക്ക് വേഗം ഇത് ഫിനിഷ് ചെയ്തിട്ട് സച്ചിക്ക് പോകാൻ നോക്കട്ടെ. ഇപ്പൊ സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. സച്ചി ഓഫീസിൽ നിന്നൊക്കെ വന്നു. ഞങ്ങൾ ഫ്രഷപ്പ് ഒക്കെ ആയിട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ഫോണൊക്കെ നോക്കി വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. ഇനി നേരത്തെ കിടക്കാൻ പോവാണേ. അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ. ഓക്കെ, ബൈ. ബൈ.